പ്രവാസികളുടെ വരുമാന സോഴ്സ്, അതായത് പ്രവാസികൾ വിദേശത്ത് നിക്ഷേപിച്ചിട്ടുള്ള പൈസയുടെയും പ്രോപ്പർട്ടിയുടെയും അല്ലെങ്കിൽ ബിസിനസിന്റെ ഒക്കെ വരുമാനത്തിന്റെ ഡിക്ലറേഷൻ ഇന്ത്യയിൽ കൊടുക്കണമെന്നും അതിൽ ടാക്സ് പാർട്ടാണെന്നും നിങ്ങൾ അവിടെ ടാക്സ് അടക്കണം എന്നുള്ളൊരു വാർത്ത നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ ഡിക്ലറേഷനും അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളടക്കവും കൂടുതലും തെറ്റായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നതും അറിയുന്നതും ആളുകൾ മനസ്സിലാക്കുന്നതും. ഇതിന്റെ ഒരു എക്സാക്ട് കാര്യം അവർ ഉന്നയിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ റെസിഡന്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യനാണ്, അതായത് നിങ്ങൾ സ്ഥിരമായിട്ട് ഇന്ത്യയിൽ തന്നെ താമസിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് വിദേശത്ത് നിക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ, അത് ഏത് രാജ്യങ്ങളായിക്കോട്ടെ, നിങ്ങൾക്ക് വിദേശത്ത് നിക്ഷേപങ്ങളുണ്ട്, ബിസിനസ് നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ ഓൺ പ്രോപ്പർട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ടാക്സ് അടക്കാൻ വേണ്ടി അതിന് ഡിക്ലറേഷൻ കൊടുക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇത്. പക്ഷേ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 6 മാസത്തിൽ കൂടുതൽ ഇന്ത്യയിൽ നിന്നും പുറത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ റെസിഡന്റ് അല്ല, നോൺ റെസിഡന്റ് ആണ്. അപ്പോൾ അവർക്ക് ഇത് ബാധകമല്ല. നിങ്ങൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ GCC-യിലും അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഉള്ള ആളുകൾ വർഷത്തിൽ 2 പ്രാവശ്യമോ അല്ലെങ്കിൽ 2 വർഷത്തിൽ ഒരിക്കലൊക്കെയാണ് നാട്ടിൽ പോകാറുള്ളത്. അപ്പോൾ 6 മാസത്തിൽ കൂടുതൽ നിങ്ങൾ പുറത്താണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇത് ബാധിക്കുന്നതല്ല. മനസ്സിലായോ? നിങ്ങൾക്ക് ഇനി നിങ്ങൾ നോൺ റെസിഡന്റ് ആണ്, അതായത് നിങ്ങൾ NRI ആണ്, നിങ്ങൾ നാട്ടിൽ പോകാറില്ല, പക്ഷെ നിങ്ങൾക്ക് നാട്ടിൽ നിക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ, നാട്ടിൽ നിങ്ങൾക്ക് FDO അല്ലെങ്കിൽ നിങ്ങൾക്ക് റെന്റ് ആയിട്ട് നിങ്ങളെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് റെന്റ് കിട്ടുന്നുണ്ടെങ്കിലോ, നിങ്ങൾ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ട്സിലോ അല്ലെങ്കിൽ ഷെയർസിലോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന വരുമാനം 2.5 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ, 2.5 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ കൂടുതലും ബ്രോക്കേഴ്സ്, ബാങ്കുകളൊക്കെ ആയിട്ടുള്ള ആളുകളുടെ TDS ഓൾറെഡി ഡിഡക്ട് ചെയ്തിട്ടാണ് ആ പേയ്മെന്റ് വരിക. TDS ഡിഡക്ട് ചെയ്തിട്ടുള്ള പേയ്മെന്റ് നിങ്ങൾ റിസീവ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ആനുവലി ഇത്ര പൈസ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നോർമലി നമ്മളെല്ലാവരും ഇൻകം ടാക്സ് ഫയൽ ചെയ്യണ പോലെ ഫയൽ റിട്ടേൺ ചെയ്യാം. അതിലൂടെ നിങ്ങൾക്ക് കട്ടായിട്ടുള്ള TDS റീഫണ്ടിനും കൊടുക്കാം. ഇതല്ലാണ്ട് നമുക്കിപ്പോൾ നിലവിൽ ഇവിടെ നമ്മളൊരു വീട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്കൊരു ബിസിനസ് ഉണ്ടെങ്കിലോ, നമ്മൾ നാട്ടിൽ നിൽക്കാത്ത ഒരാളായതുകൊണ്ട് നമുക്ക് അതിന് ടാക്സ് അടക്കേണ്ടതോ അതിന്റെ പുറകെ പോകേണ്ടതോ ആവശ്യമില്ല. അപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട്, പ്രത്യേകിച്ച് ന്യൂസ് ചാനൽസിന്റെ ഒക്കെ ഫേസ്ബുക്കിലെ വീഡിയോയിലും യൂട്യൂബിലെ ഇതിലൊക്കെ കാണുമ്പോൾ ആൾക്കാർ ഇങ്ങനെ വെരിവൈക്ക് ഇടുന്നുണ്ട്, ഇത് എന്ത് നിയമമാണ്. ഇത് നമ്മളെ എല്ലാവരും കൂടി ബാധിക്കുന്ന ഒരു നിയമമല്ല. നാട്ടിൽ നിന്നുകൊണ്ട് പുറത്ത് നിക്ഷേപങ്ങൾ നടത്തുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഫിലിം സ്റ്റാർസ് ആയിക്കോട്ടെ, ചിലപ്പം ബിസിനസ് ആയിക്കോട്ടെ. ഇനിയിപ്പം അത് കേരളത്തിൽ എന്നുള്ളതല്ല, ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും, ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും താമസിച്ചുകൊണ്ട് പല രാജ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അവരെയാണ് ഇത് അവർ ഫോക്കസ് ചെയ്ത് ഇറക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പം മനസ്സിലാക്കുക. എന്റെ ചെറിയ അറിവാണ്. കൂടുതൽ എന്തെങ്കിലും അറിവുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞുതരും ചെയ്യാം.